നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തായാലും നിങ്ങളെല്ലാവരും നൽകുന്ന സപ്പോർട്ടിന് നന്ദി പറയാണ്. ഇന്ന് ഞാൻ സംസാരിക്കാമെന്ന് വിചാരിക്കുന്ന ഒരു ടോപ്പിക് എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെയൊക്കെ ലൈഫിൽ നമ്മളെല്ലാവരും വിചാരിക്കും നമ്മുടെയൊക്കെ ലൈഫ് ചില ആൾക്കാരുടെ ചില തീരുമാനങ്ങൾ കൊണ്ട് അവരുടെ ജീവിതം അടിപൊളിയായിട്ടുണ്ടാവും. ചില ആൾക്കാർക്ക് ചില തീരുമാനങ്ങൾ എടുത്തത് കൊണ്ട് അവരുടെ ജീവിതം അവർ ആഗ്രഹിക്കുന്ന ആ ഒരു ഡ്രീം ലൈഫ് കിട്ടാത്തൊരവസ്ഥയും വന്നിട്ടുണ്ടാവും. അപ്പൊ ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്നത് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ലൈഫിൽ നമ്മൾ എടുക്കേണ്ട 5 ഇമ്പോർട്ടന്റ് ലെസൺസ് എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോണേ. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളുടെയൊക്കെ ജീവിതത്തിൽ ഒരു കരിയർ സെലക്ട് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിച്ചിട്ട് വേണം നമ്മുടെ ലൈഫിൽ നമ്മളുടെ ആ ഒരു പാത തിരഞ്ഞെടുക്കാൻ. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാല് ഞാൻ ഓൾമോസ്റ്റ് എൻ്റെ ഒരു ജീവിതം തുടങ്ങുന്ന ഒരു 19 വയസ്സിലാണ്. ഞാൻ പഠിച്ചിരുന്നത് BSc സുവോളജിയാണ്. ആ BSc സുവോളജി പഠനത്തിന്റെ ഒപ്പം എനിക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയത് എൻ്റെ ചേട്ടൻ ഒരു കമ്പ്യൂട്ടർ ട്രെയിനിങ് സെന്റർ തുടങ്ങിയപ്പോൾ അവിടെ ഒരു ചേട്ടന്റെ സഹായിക്കുന്ന ഒരു ജോലിയാണ് എനിക്ക് കിട്ടിയത്. പക്ഷെ ആ ജോലി ഞാൻ ഓൾമോസ്റ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പൊ അതിന്റെ ഒപ്പം ചേട്ടൻ ഓൾമോസ്റ്റ് ബിസിനസ് സ്കെയിലപ്പ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ അന്ന് എനിക്ക് 20 വയസ്സേ ഉള്ളൂ. എങ്കിൽ പോലും ഞാൻ ഓൾമോസ്റ്റ് ചേട്ടന്റെ കൂടെ ആ ഒരു ബിസിനസ്സിൽ പങ്കാളിയായിട്ട് ഞാൻ കയറി. അന്ന് ഞാൻ ഒരിക്കലും തീരുമാനിച്ചില്ല എനിക്ക് ഒരു കംഫർട്ടബിൾ ആയിട്ടൊരു ജോലി മതി, എനിക്ക് സുവോളജിയേ ഉള്ളൂ, അപ്പൊ ഞാൻ എങ്ങനെ കമ്പ്യൂട്ടർ ചെയ്യും എന്ന് ഞാൻ ചിന്തിച്ചില്ല. പക്ഷെ ആ കിട്ടിയ ഒരു ഓപ്പർച്യൂണിറ്റിയിൽ ഞാൻ എന്നെ ഫുൾ ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്തു. പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാനായിട്ട് നല്ല മിടുക്കിയായിട്ട് ഞാൻ നിലകൊണ്ടു. സെയിൽസ് എന്ന് പറഞ്ഞാൽ എനിക്ക് എന്താണെന്ന് അറിയില്ല, പക്ഷെ സെയിൽസ് ഞാൻ ചെയ്തു. അങ്ങനെ ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ 32 വർഷം ഞാൻ ഇപ്പോഴും കമ്പ്യൂട്ടർ ഇൻഡസ്ട്രിയിൽ ഞാനുണ്ട്. എൻ്റെ കമ്പനി ഷീജാസ് IT മാൾ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞാൽ കോർപ്പറേറ്റ് കമ്പനികൾക്ക് ലാപ്ടോപ്പ്, സെർവേഴ്സ്, സൊല്യൂഷൻസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. ഒപ്പം HP വേൾഡ് എന്ന് പറഞ്ഞിട്ട് ഒരു റീറ്റെയിൽ സ്റ്റോർ ഉണ്ട്. ആ സ്റ്റോർ ശരിക്കും HPയുടെ എൻഡിയർ പ്രോഡക്റ്റുകൾ കേരളത്തിൽ മുഴുവൻ ഡെലിവറി ഫ്രീ ആയിട്ട് ഡെലിവറി ചെയ്യുന്ന സർവീസുകളാണ്. എഗെയിൻ ലാപ്ടോപ്പിന്റെയും HPയുടെ ഒക്കെ സർവീസുകൾ നമ്മൾ ചെയ്യുന്നുണ്ട്. അതുകൂടാതെ ഞാനിപ്പോൾ ഓൾമോസ്റ്റ് കോവിഡ് പാൻഡമിക് വന്നപ്പോൾ ഞാൻ അകത്തിരിക്കാൻ തുടങ്ങി. അപ്പൊ ഞാൻ എന്ത് ചെയ്തു എന്നറിയാമോ? പഠിക്കാൻ തുടങ്ങി. ഇപ്പൊ എൻ്റെ ഈ 32 വർഷത്തെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ ഓൾമോസ്റ്റ് അതിൻ്റെ ഒപ്പം ഞാൻ സ്കില്ല് നേടിയപ്പോൾ ഞാനൊരു ലൈഫ് കോച്ചായിട്ട് മാറി. അപ്പൊ ഇപ്പൊ ഒത്തിരി അധികം ആൾക്കാരുടെ ലൈഫിൽ എങ്ങനെ ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആവണം, എങ്ങനെ ജീവിതം എഫേർട്ട്ലെസ് ആയിട്ട് മൊമെന്റിൽ ജീവിച്ചിട്ട് എല്ലാത്തിനും ഒരു വർക്ക് ലൈഫ് ബാലൻസ് കൊണ്ടുവന്നിട്ട് എങ്ങനെ അവരുടെ ജീവിതത്തെ നേടണം എന്ന് പഠിപ്പിക്കുന്ന ലെവലിലേക്ക് മാറി. 5000 ആൾക്കാരെ പഠിപ്പിക്കാൻ പറ്റി 2 വർഷത്തിൽ. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് 19 വയസ്സിലായാലും 50 വയസ്സിലായാലും നമ്മളുടെ കരിയർ നമുക്ക് എപ്പോഴും സെലക്ട് ചെയ്യാം. നമുക്ക് എന്നും നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ബെസ്റ്റ് ആവാൻ പറ്റും. അപ്പൊ നമ്മളുടെ കരിയർ സെലക്ട് ചെയ്യുമ്പോൾ വളരെയധികം തീരുമാനിക്കണം. ആ തീരുമാനിച്ചിട്ട് ഓരോ ദിവസവും പഠിക്കാൻ റെഡിയാവണം. അങ്ങനെ പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ പോയാൽ ആ കരിയർ വെച്ചിട്ട് ബഹുമാനം ഉണ്ടാകാൻ പറ്റും. ഇപ്പൊ ഈ വർഷത്തെ ബെസ്റ്റ് ലൈഫ് കോച്ച് എന്ന് പറയുന്ന അവാർഡ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി അധികം അവാർഡുകൾ എനിക്ക് കിട്ടി. അപ്പൊ ഞാൻ നിങ്ങളോട് പറയണത്, നമ്മളെ അങ്ങോട്ട് ഡിസിഷൻ എടുത്തിട്ട് ആ തീരുമാനത്തിൽ ഉറച്ചു നിന്നാൽ നമ്മളുടെ സ്വപ്നങ്ങളെല്ലാം നമ്മൾക്ക് യാഥാർത്ഥ്യമാക്കാൻ പറ്റും. രണ്ടാമത്തെ കാര്യങ്ങൾ എന്താണെന്നറിയാവോ? നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏറ്റവും മനസ്സിലാക്കേണ്ട കാര്യം എന്നറിയാവോ? നമ്മൾ ആരെ കല്യാണം കഴിക്കുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ എൻ്റെ കല്യാണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമേ എന്നെ കല്യാണം കഴിപ്പിക്കാൻ എൻ്റെ ഡാഡി തീരുമാനിച്ചത് ഒരു 22 വയസ്സിലാണ്. 21 വയസ്സൊക്കെ ആയപ്പോഴത്തേക്ക് എന്നെ കല്യാണം കഴിപ്പിക്കാൻ തീരുമാനിച്ചു. എങ്കിൽ പോലും ഞാൻ ആലോചിച്ചപ്പോൾ അന്ന് എനിക്കൊരു ഇൻകം ആയിട്ടില്ല, എൻ്റെ ബിസിനസ് ഒന്നും ആയിട്ടില്ല. അപ്പൊ ഞാൻ അതിനെ സമ്മതിച്ചില്ല. അപ്പൊ എൻ്റെ ഡാഡി എന്ത് പറഞ്ഞെന്നറിയാമോ? നിന്നെ ഇനി കല്യാണം കഴിപ്പിക്കില്ല എന്ന് പറഞ്ഞു. ഞാൻ അതിനെ ഒട്ടും മൈൻഡ് ചെയ്തേയില്ല. ഞാൻ എൻ്റെ തൊഴിൽ നന്നായിട്ട് ചെയ്തു. എഗെയിൻ ഒരു 2 വർഷം കൂടി കഴിഞ്ഞപ്പോൾ എൻ്റെ ഫീൽഡിൽ തന്നെയുള്ള ഒരാൾ എന്നെ കല്യാണം കഴിക്കാനായിട്ട് യൂണിവേഴ്സ് എനിക്ക് കൊണ്ടു തന്നു, എൻ്റെ ഇഷ്ടപ്പെട്ടൊരു പങ്കാളിയെ. എന്താ സംഭവിച്ചെന്നറിയാവോ? അദ്ദേഹത്തിൻ്റെ സപ്പോർട്ടും കൂടി കിട്ടിയപ്പോൾ കേരളത്തിലെ ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ലേഡി എൻ്റർപ്രണറായിട്ട് എനിക്ക് മാറാൻ പറ്റി. എനിക്ക് ഒരു ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരാളായിട്ട് സക്സസ്ഫുൾ ആയിട്ട് എൻ്റെ കരിയറിൽ എനിക്ക് ഉയരാൻ പറ്റിയത് സത്യത്തിൽ എൻ്റെ ആ ഒരു പങ്കാളിയുടെ സപ്പോർട്ട് കൊണ്ടാണ്. അപ്പം നിങ്ങൾ ആരെ കല്യാണം കഴിക്കുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളുടെ അച്ഛനും അമ്മയും പറയുന്ന ആൾക്കാരെ അല്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആളെ കല്യാണം കഴിക്കാൻ. നിങ്ങൾ വളരെ നല്ല രീതിയിൽ ആലോചിച്ച് തീരുമാനിച്ചില്ലെങ്കിൽ ലൈഫ് പോകാനായിട്ട് ആ ഒറ്റ കാര്യം മതി,
അപ്പോൾ ഡിസിഷൻസ് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് തന്നെ നിങ്ങൾ ആലോചിച്ച് തീരുമാനിക്കുക. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുമ്പോൾ നിങ്ങൾ എവിടെ താമസിക്കുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പലപ്പോഴും ആൾക്കാരെ സംബന്ധിച്ചൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, നമ്മൾ വളരെ കംഫർട്ടബിൾ ആയിട്ട് നമ്മൾക്കൊരു വീടുണ്ട്, നമ്മുടെ അച്ഛനും അമ്മയും ഉണ്ടാക്കിയ വീട്. ആ വീട്ടിൽ തന്നെ ഇരിക്കുമ്പോൾ നമുക്ക് എന്താ ഗുണമെന്ന് അറിയാമോ? നമ്മൾക്ക് വളരെ സെക്യൂർഡ് ആണ്. ഭക്ഷണം കിട്ടും, വളരെ ചെറിയ കാശ് നമ്മൾ കൊടുത്താൽ മതി. എന്താ, ഒരു 5000 രൂപ കൊടുത്താൽ വീട്ടിൽ ഭക്ഷണം കിട്ടും, അച്ഛനും അമ്മയ്ക്കും ഭയങ്കര ഹാപ്പിയാണ്. അപ്പം നമ്മൾ എന്ത് സംഭവിക്കും? നമ്മൾ ഒരു റിസ്ക് കൊടുക്കില്ല, നമ്മൾ ആ കംഫർട്ടിലിരിക്കും. പക്ഷേ ഈ കംഫർട്ടിൽ നമുക്ക് ഗ്രോത്ത് ഉണ്ടാവുമോ? നമുക്കൊന്നും പേടിക്കേണ്ട കാര്യം എന്താ, കാശ് കൊടുത്തില്ലെങ്കിലും ഭക്ഷണം കിട്ടും. പക്ഷെ നമ്മളുടെ ജീവിതത്തിൽ ഞാൻ ഇന്ന് ഓർക്കുന്നുണ്ട്, കല്യാണം കഴിച്ച് ഒറ്റ മോനെയാണ് ഞാൻ കല്യാണം കഴിച്ചത്. എങ്കിലും അവിടെ ചെന്നപ്പോൾ എനിക്ക് മനസ്സിലായി, എൻ്റെ ഗ്രോത്ത് ഈ സ്ഥലത്ത് ചെന്നാൽ നടക്കൂല. ഞാൻ അവിടെ നിന്ന് മാറി, എനിക്ക് എറണാകുളത്തൊരു വാടക വീട്ടിലേക്ക് മാറി. ഇന്ന് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ ആ ഒരു വാടക വീട് അന്ന് ഇൻസെക്യൂരിറ്റി ആയിരുന്നു. കാര്യം ആ റെന്റ് കൊടുക്കാൻ പോലും സാഹചര്യം എൻ്റെ കയ്യിലില്ല. എന്നിട്ടും ഞാൻ ധൈര്യത്തോടെ മുന്നോട്ട് നിന്നു. എന്താ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ, ഒരു വർഷത്തിൽ എനിക്ക് എറണാകുളത്ത് വീട് വാങ്ങാൻ പറ്റി. ഒരു സ്ക്രാച്ചിൽ നിന്ന് ഓരോ കാര്യങ്ങളും ബിൽഡ് ചെയ്യാൻ പറ്റി. അപ്പം നമ്മൾ എവിടെ താമസിക്കുന്നു എന്നുള്ളത് നമ്മളുടെ ജീവിതത്തിൽ നിർണായകമാണ്. നല്ല സ്ഥലത്താണ് നമ്മൾ താമസിപ്പിക്കുന്നത്, നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുടെ കൂടെയാണ് നമ്മൾ നിൽക്കണമെങ്കിൽ നമ്മുടെ ജീവിതം പെട്ടെന്ന് രക്ഷപ്പെടാൻ പറ്റും. അപ്പൊ കംഫർട്ട് സോണിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഗ്രോത്തിലേക്ക് പോകാൻ പറ്റില്ല. കുറച്ച് ചെറിയ ചെറിയ റിസ്ക് ഒക്കെ ലൈഫിൽ എടുക്കുക. നാലാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളുടെ ഫ്രണ്ട്സ് ആരാണ്, അത് നമ്മൾ ആരാന്ന് പറയാമെന്ന് പറയും. ഇപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാല്, ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, ഞാൻ എപ്പോഴും ഫ്രണ്ട്സ് ആക്കിയിരുന്നത് എൻ്റെ ഇൻഡസ്ട്രിയിലുള്ള ഏറ്റവും മികച്ച ആൾക്കാരെയാണ്. ഏറ്റവും നല്ല ആൾക്കാരുമായിട്ട് ഫ്രണ്ട്ഷിപ്പ് വന്നപ്പോൾ എന്താ ഗുണമുണ്ടായെന്ന് അറിയാമോ? അവരുടെ തോട്ട്സ്, അവരുടെ ഫീലിങ്സ്, അവരുടെ സക്സസ് സ്റ്റോറീസ്, ഇവയൊക്കെ ഓരോ ദിവസവും എനിക്ക് തന്ന ഊർജം വളരെ വലുതാണ്. അപ്പൊ ആ ഒരു ഊർജം എനിക്ക് കിട്ടിയപ്പോൾ എന്ത് സംഭവിച്ചെന്നറിയാമോ? ഞാൻ എപ്പോഴും കേരളത്തിൽ ബിസിനസ് ചെയ്യുമ്പോൾ എല്ലാ പ്രോഡക്റ്റിലും എനിക്ക് നമ്പർ 1 അല്ലെങ്കിൽ നമ്പർ 2 പോസ്റ്റിൽ എനിക്ക് മൂവ് ഔട്ട് ചെയ്യാൻ പറ്റി. അപ്പം നമ്മളെ സംബന്ധിച്ച് നമ്മൾ ആരുടെ കൂടെ നിൽക്കുന്നു എന്നുള്ളത്, ഏറ്റവും നല്ല കമ്പനികളാണ് ഞാൻ ഏറ്റവും കൂടുതൽ എൻ്റെ പ്രോഡക്റ്റുകൾ വിൽക്കാനായിട്ട് എപ്പോഴും ചൂസ് ചെയ്തിരുന്നത്. അപ്പോൾ ഏറ്റവും നല്ല പ്രോഡക്റ്റുകളുടെ ഒരു ഡീലർഷിപ്പ് ബേസ് ചെയ്തപ്പോഴുള്ള ഗുണം വെച്ച് കഴിഞ്ഞാൽ, അത് ഏറ്റവും നല്ല സർവീസും ഏറ്റവും ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റും ആയതുകൊണ്ട് അത് ആവശ്യമുള്ള ആൾക്കാർ ഓട്ടോമാറ്റിക്കായിട്ട് എൻ്റെ അടുത്തേക്ക് വന്നു. അപ്പോൾ എനിക്ക് ഏറ്റവും എളുപ്പത്തിൽ ബിസിനസ്സിൽ ഗ്രോത്ത് ഉണ്ടാക്കാൻ പറ്റി. അപ്പം നമ്മളുടെ ഫ്രണ്ട്സ്, നമ്മളുടെ നല്ല രീതിയിൽ നമ്മളെ എംപവർ ചെയ്യുന്ന ആൾക്കാർ, നല്ല ഗ്രോത്ത് ഉള്ള ആൾക്കാർ, നല്ല ലൈക്ക് മൈൻഡഡ് ആയിട്ട് ഒരു ഗ്രോത്തും ഈവൻ സക്സസ്സും ഒക്കെ വേണ്ട ആൾക്കാർ, അങ്ങനെയുള്ള ചലഞ്ചിങ് ആയിട്ടുള്ള വളരെ എന്റർപ്രൈസിങ് ആയിട്ടുള്ള ആൾക്കാരുമായിട്ട് നമ്മൾ കൂട്ടുകൂടുമ്പോൾ നമ്മളും എക്സ്പാൻഡ് ചെയ്യും. നമ്മൾ ഓൾമോസ്റ്റ് മില്യനേഴ്സിന്റെ കൂടെയാണ് നിൽക്കണമെങ്കിൽ, നമ്മൾ സ്ക്രാച്ചിനാണെങ്കിലും നമ്മൾ മില്യനെയർ ആവും. അപ്പം നമ്മൾ ആരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുന്നു എന്നുള്ളത് ശ്രദ്ധിക്കുക. നല്ല ഫ്രണ്ട്സിനെ കൂടെ കൂട്ടുക. അഞ്ചാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെയൊക്കെ ലൈഫിൽ നമ്മളൊരു കുറേ ഡിഗ്രി ഒക്കെ എടുത്തിട്ടുണ്ടാവും. ചിലപ്പോൾ ഡോക്ടർ ആയിരിക്കും, ചിലപ്പോൾ എഞ്ചിനീയർ ആയിരിക്കും, ചിലപ്പോൾ ഡോക്ടറേറ്റ് ഉണ്ടാവും, നമുക്ക് ഇഷ്ടം പോലെ സർട്ടിഫിക്കറ്റ് ഉണ്ടാവും. പക്ഷെ നമ്മളുടെ എല്ലാവരുടെയും പ്രോബ്ലം എന്താണെന്നറിയാമോ? ഇപ്പം നമ്മൾക്ക് കാശ്, നമ്മളെല്ലാവരും 20-25 വയസ്സ് തൊട്ട് ജോലി ചെയ്യുന്നുണ്ട്, കാശ് ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ നമ്മൾക്ക് ഈ ക്യാഷ് ബേസ് ചെയ്തിട്ട്, ആ ക്യാഷ് വെച്ചിട്ട് നമ്മൾക്കൊരു ഗ്രോത്ത് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടോ? ആ ക്യാഷ് കൊണ്ട് നമ്മൾക്ക് ക്യാഷ് നേടാൻ പറ്റുന്നുണ്ടോ? അപ്പം മണിയെ ശരിക്കും പറഞ്ഞാൽ മാനേജ് ചെയ്യാൻ പഠിക്കുക, മണിയെ ഗ്രോ ചെയ്യിക്കാൻ പറ്റുക, ഇതൊക്കെ ശരിക്കും നമ്മൾ പഠിക്കേണ്ട ഒരു സ്കില്ലാണ്. പക്ഷെ അത് നമുക്കുണ്ടോ? നമ്മളുടെ ഈ ഒരു 20-22 വർഷമൊക്കെ പഠിച്ചിട്ട് നമുക്ക് ആ സ്കില്ലുണ്ടോ? അതില്ലെങ്കിൽ നമ്മളുടെ ഈ ലൈഫ് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റില്ല. എങ്കിൽ ലൈഫിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുകൾ വന്നാൽ ആ ലൈഫ് സ്കിൽസ് നമുക്കുണ്ടോ? ഒരാൾ നമ്മളെ ഇപ്പോൾ ഉപേക്ഷിച്ചിട്ട് പോയി, നമുക്ക് ഒരു ഇമോഷണലി സ്ട്രോങ് ആയിട്ട് നിന്നിട്ട് പൊക്കോട്ടെ, ഞാൻ എൻ്റെ ജീവിതം ജീവിക്കാം, ഒറ്റയ്ക്കാണെങ്കിലും എനിക്ക് ജീവിക്കാം എന്ന് തൻ്റെ ഇടത്തോടെ പറയാൻ എത്ര പേർക്ക് പറ്റും? അപ്പം നമ്മൾക്ക് ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആവണം, ഇമോഷണലി സ്ട്രോങ് ആവണം, നമ്മൾ നമ്മളായിട്ട് നിൽക്കാൻ പഠിക്കണം. ഇതൊക്കെ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം എന്നറിയാമോ? പേഴ്സണൽ ഗ്രോത്തിൽ നമ്മൾ നമ്മളുടെ സമയവും പണവും ഇൻവെസ്റ്റ് ചെയ്യണം. ആ ഒരു കാര്യം ചെയ്തില്ലെങ്കിൽ നമ്മൾ സ്റ്റക്കായി പോകും. അപ്പം ഈ 5 കാര്യങ്ങൾ പെർഫെക്റ്റ് ആയിട്ട് പാലിക്കുവാണെങ്കിൽ നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത്, നമ്മൾ ആഗ്രഹിക്കുന്ന ആ ഡ്രീം ലൈഫ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്താ നമ്മൾ പറഞ്ഞത്? ഫസ്റ്റ് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ ഏത് കരിയർ എടുക്കുന്നു, ഗ്രോത്ത് ഉള്ള കരിയേഴ്സ് എടുക്കുക. 2, ശരിക്കും നമ്മൾ ആരെ കല്യാണം കഴിക്കുന്നു. 3, നമ്മൾ എവിടെ താമസിക്കുന്നു. 4, നമ്മളുടെ ഫ്രണ്ട്സ് ആരാണ്. 5, ശരിക്കും നമ്മളുടെ പേഴ്സണൽ ഗ്രോത്തിൽ നമ്മൾ ഓൾമോസ്റ്റ് ഇൻവെസ്റ്റ് ചെയ്യണുണ്ടോ. ഈ 5 തീരുമാനങ്ങൾ ഒരാളുടെ ജീവിതത്തെ ഒരു ബില്യണിയർ ആക്കാൻ, അല്ലെങ്കിൽ ഒരാളുടെ ജീവിതത്തെ
ഒരു ഒന്നുമില്ലാത്ത അവസ്ഥയിലാക്കാനായിട്ട് സഹായിക്കും. അപ്പൊ നല്ല തീരുമാനങ്ങൾ എടുത്താൽ ജീവിതം എന്ന് പറയുന്നത് അടിപൊളിയാണ്. അപ്പൊ നല്ല തീരുമാനങ്ങൾ എടുക്കുക. നിങ്ങളുടെ ജീവിതം ഏറ്റവും അടിപൊളിയാവാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.